കാനഡയിൽ എൻ്റെ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം തരുന്ന ജോലിയേക്കാളും കൂടുതൽ ഞാൻ ആസ്വദിച്ച് ചെയ്യുന്നത് എൻ്റെ സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം ആയ ഊബർ ഓടിക്കുന്നതാണ്. ആൻഡ് ഐ എം ഓൾവേസ് പ്രൗഡ് ടു സേ ദിസ്. കഴിഞ്ഞ 2.5 വർഷമായിട്ട് അത് സക്സസ്ഫുൾ ആയിട്ട് പോകുന്നതിന്റെ ഒരു കാരണം ഞാൻ അതിനെ ഓവറായിട്ട് റിലൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം ഒരു ദിവസം $100 ഏൺ ചെയ്യുന്നത് വരെ ഞാൻ ഊബർ ഓടുള്ളൂ. എപ്പോൾ $100 ആവുന്നു അപ്പം ഞാൻ ഓഫ്ലൈൻ പോകും. ആൻഡ് യു നോ വാട്ട്, ഈ $100 ഏൺ ചെയ്യാനായിട്ട് എനിക്ക് പരമാവധി 3 മണിക്കൂറേ ആവശ്യമുള്ളൂ. ആൻഡ് ഇത് പോസിബിൾ ആവുന്നത് എല്ലാ ട്രിപ്പുകളും ലോങ് ട്രിപ്പുകൾ ആവുന്നത് കൊണ്ടല്ല. ദിസ് ഇസ് ഓൺലി പോസിബിൾ ബിക്കോസ് എനിക്ക് ഫെയറിനോടൊപ്പം കിട്ടുന്ന എൻ്റെ പാസഞ്ചേഴ്സ് ലീവ് ചെയ്യുന്ന ടിപ്പുകൾ കാരണമാണ്. അവർക്ക് ടിപ്പ് തരാൻ തോന്നിക്കാനായിട്ട് ഞാൻ എൻഷുർ ചെയ്യുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, വെരി ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ വണ്ടിയുടെ ക്ലെൻലിനെസ്. എൻ്റെ വണ്ടി എപ്പോൾ വന്നാലും, ഈവൻ കൊടും വിന്ററിൽ വന്നാൽ പോലും അതിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും പരമാവധി വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അത് നല്ലൊരു ഫസ്റ്റ് ഇംപ്രഷൻ ലീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ കാര്യമാണ് കസ്റ്റമർ സർവീസ്. മിക്ക ട്രിപ്പുകളിലും എസ്പെഷ്യലി ഊബർ കംഫർട്ട്, ഊബർ ബിസിനസ് പ്രീമിയർ ട്രിപ്പുകൾക്കൊക്കെ പാസഞ്ചറിന് കയറാൻ എളുപ്പത്തിനായിട്ട് വണ്ടി അവരുടെ ഡ്രൈവേയിലോട്ട് ബാക്കപ്പ് ചെയ്ത് കയറ്റി നിർത്താറുണ്ട്. പാസഞ്ചർ വരുമ്പോൾ ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് ഒരു ഗുഡ് മോർണിംഗോ ഗുഡ് ആഫ്റ്റർനൂണോ ഒക്കെ വിഷ് ചെയ്ത് ഹാപ്പി ആയിട്ട് അവരെ കയറ്റാറുണ്ട് വണ്ടിയിലോട്ട്. അവർ ഇരുന്നതിന് ശേഷം ഫ്രണ്ട് സീറ്റ് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അവർക്ക് പരമാവധി ലെഗ് റൂം ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻ, ട്രാവൽ ടൈം, അവിടെ എത്തുമ്പോഴത്തെ ETA എല്ലാം ഞാൻ ഫസ്റ്റിൽ തന്നെ ബ്രീഫ് ചെയ്യാറുണ്ട്. പിന്നെ AC ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറയും. ഓൾസോ മ്യൂസിക്കിന് എന്തെങ്കിലും പ്രിഫറൻസ് ഉണ്ടെങ്കിൽ അതും ഞാൻ ചോദിക്കാറുണ്ട്. സീറ്റ് ബെൽറ്റ് കൂടെ ഇടാനുള്ള ഒരു റിമൈൻഡർ കൊടുത്തു കഴിയുമ്പോൾ അതിൽ ഫീൽ ലൈക്ക് അവർ ഏതൊരു വിമാനത്തിൽ കയറിയ പോലെ തോന്നും. മൂന്നാമത്തെ കാര്യമാണ് ജെന്റിൽ ഡ്രൈവിംഗ്. നമ്മൾ വെറുതെ വെഗിളി പിടിച്ച് ഓടിച്ചിട്ട് ഒരു കാര്യമില്ല. ഇവിടുത്തെ നിയമങ്ങളൊക്കെ ഫോളോ ചെയ്ത് മറ്റു വാഹനങ്ങളെയും പെഡസ്ട്രിയൻസിനെയും സൈക്ലിസ്റ്റുകളെയും എല്ലാം റെസ്പെക്ട് ചെയ്ത് ഓടിക്കുന്നത് നമ്മുടെ പാസഞ്ചേഴ്സ് ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് അവരുടെ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര താങ്ക്ഫുൾ ആയിരിക്കും. ആൻഡ് മോസ്റ്റ് ഓഫ് ദം ഈ താങ്ക്ഫുൾനെസ് എക്സ്പ്രസ് ചെയ്യുന്നത് ടിപ്സ് തന്നിട്ടായിരിക്കും. ഊബർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഫ്രണ്ടിനെ ഈ റീലൊന്ന് അയച്ചു കൊടുത്തേക്ക്, ചിലപ്പോൾ ഒരു മോട്ടിവേഷൻ ആവും.